വളരെയേറെ വിലപ്പെട്ട ഉപദേശങ്ങൾ അടങ്ങിയിരിക്കുന്ന 3 ഗ്രന്ഥങ്ങൾ. ഒന്ന് ഭഗവത്ഗീതയാണ്. 2 ആ ഭഗവത്ഗീത ഉൾപ്പെടുന്ന മഹാഭാരതമാണ്. മറ്റൊന്ന് ശ്രീകൃഷ്ണ ലീലകൾ അവതരിപ്പിക്കുന്ന മഹാഭാഗവതമാണ്. ഈ ശ്രീകൃഷ്ണ ലീല അവതരിപ്പിക്കുന്ന മഹാഭാഗവതവും ശ്രീകൃഷ്ണൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് മുഴുവൻ വിവരിക്കുന്ന മഹാഭാരതവും ശ്രീകൃഷ്ണൻ ഉപദേശങ്ങൾ നൽകി നമ്മളെ കർമ്മോത്സുകരാക്കുന്ന ശ്രീമദ് ഭഗവത്ഗീതയും ഇത് 3 കൂടി ചേർത്ത് ലയിപ്പിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമുക്ക് തന്നിരിക്കുന്ന മഹാഗ്രന്ഥമാണ് ശ്രീമദ് നാരായണീയം. ഈ നാരായണീയത്തിൻ്റെ കാമ്പ് ഉൾക്കൊണ്ട് അത് നൽകുന്ന സന്ദേശം മനസ്സിലാക്കി അതിൽ നിന്ന് കിട്ടുന്ന ധർമ്മോപദേശങ്ങൾ അടിസ്ഥാനമാക്കി അത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ട് പ്രവർത്തിക്കുന്ന ഏത് ആളുകൾക്കും ഹന്ത ഭാഗ്യം ജനാനാം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ജനങ്ങൾക്ക് ഭാഗ്യമുണ്ടാകുന്നു. എങ്ങനെയാണ് ഭാഗ്യമുണ്ടാകുന്നത്? ആ ഭാഗ്യമുണ്ടാകുന്ന വഴികളാണ് ശ്രീമദ് നാരായണീയത്തിലൂടെ നമുക്ക് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഉപദേശിച്ച് തന്നിട്ടുള്ളത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉപദേശകനാണ്. ഭഗവാൻ നൽകുന്ന ഉപദേശങ്ങളാണ് അർജുനൻ എന്ന് പറയുന്ന കർമ്മശേഷിയുള്ള ഒരു വ്യക്തിക്ക് തൻ്റെ സ്വധർമ്മം എന്താണ്, തൻ്റെ കർമ്മം എന്താണെന്ന് അറിയാനാവാതെ ഉഴലുന്ന ഒരു ഘട്ടത്തിൽ ഉപദേശങ്ങളിലൂടെ അദ്ദേഹത്തെ കർമ്മോത്സുകനാക്കി അദ്ദേഹത്തിന് ചെയ്യേണ്ട ധർമ്മം എന്താണെന്ന് ബോധ്യപ്പെടുത്തി ആ ധർമ്മത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കുന്നത്. അങ്ങനെ ഭഗവാൻ ഉപദേശകനായ, ഭഗവാൻ കൂട്ടുകാരനായ, ഭഗവാൻ സഹായിയായ, ഭഗവാൻ സംരക്ഷകനായ ആ ഭഗവത്ഗീത, ആ ഭഗവത്ഗീതയിലും മഹാഭാരതത്തിലും ഭാഗവതത്തിലും കൂടി കടന്നു പോകുന്ന ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അവർക്ക് എല്ലാവരുടെയും മനസ്സിൽ കൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. വെള്ളക്കണ്ണനായ കള്ളക്കണ്ണനായ കൃഷ്ണൻ തന്നെയാണ്. ആ കൃഷ്ണൻ്റെ പ്രായം എത്രയാണെന്ന് നമ്മൾ ആരും ആലോചിക്കുന്നില്ല. ആ കൃഷ്ണൻ മഹാഭാരതത്തിൽ ജീവിതത്തിലെ വളരെയൊരു നിർണായകമായ ഘട്ടത്തിൽ എനിക്ക് എൻ്റെ മാനം നഷ്ടമായി പോകാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ പാഞ്ചാലി കൃഷ്ണനെ വിളിച്ച് കരയുന്നുണ്ട്. ആ കൃഷ്ണനെ വിളിച്ച് കഴിയുന്ന സമയത്ത് പാഞ്ചാലിക്ക് ഒടുങ്ങാത്ത തരത്തിൽ ചേല കൊടുത്ത് പാഞ്ചാലിയെ സംരക്ഷിച്ച ആ കൃഷ്ണൻ എത്ര വയസ്സുണ്ടായിരിക്കാം? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. അതും കൃഷ്ണൻ്റെ ഒരു മായാ ലീലയായാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ചേലക്കള്ളൻ ചിലപ്പോൾ ചില സമയം ഒടുങ്ങാതെ അരക്കെട്ട് ചുറ്റാൻ നീളത്തിൽ പട്ടു നൽകുന്നവൻ, ഇടയനിടയ്ക്ക് എപ്പോഴും രാജരാജൻ, ലീലാലോലൻ ചിലപ്പോൾ അഖില സമയവും നിർഗുണബ്രഹ്മം, എന്നെപ്പോലുള്ളവർ എന്തറിഞ്ഞു? നമ്മളെപ്പോലുള്ള ആൾക്കാർ ഒന്നും അറിഞ്ഞിട്ടില്ല ഭഗവാനെക്കുറിച്ച്, ഭഗവാന്റെ പ്രായത്തെക്കുറിച്ച്. ഭഗവാൻ ഗീത ഉപദേശിക്കുന്നുണ്ട്. ഇത്രയും വലിയ ഉപദേശം എനിക്കും നിങ്ങൾക്കും മാത്രമല്ല, ഈ ലോകത്തിന് മുഴുവൻ എക്കാലത്തേക്കും പറ്റുന്ന ഉപദേശങ്ങൾ നൽകിയ, എക്കാലത്തും ലോകത്തിന് മുഴുവൻ ഉപകരിക്കുന്ന തരത്തിലുള്ള ഉപദേശങ്ങൾ നൽകിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ എത്രയായിരിക്കും പ്രായമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം ഉറപ്പായിട്ടും ശ്രീകൃഷ്ണനെ കുറിച്ച് വ്യാസഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർ. യോഗേശ്വരനായ കൃഷ്ണൻ എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് കള്ളകൃഷ്ണനായ, കൊച്ചു കൃഷ്ണനായ, വെണ്ണകൃഷ്ണനായ കണ്ണനാണ്. അപ്പൊ പ്രായത്തിന് അപ്പുറത്തേക്ക്, പ്രായങ്ങൾക്കും കാലങ്ങൾക്കും യുഗങ്ങൾക്കും ഒക്കെ അപ്പുറത്തേക്ക് വളർന്നു നിൽക്കുന്ന ഭഗവാന് പ്രായമില്ല, ജരയില്ല, നരയില്ല. അങ്ങനെ ആ ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുന്ന മഹാഭാഗവതവും ആ ഭഗവാന്റെ കർമ്മങ്ങൾ വർണ്ണിക്കുന്ന ഭാരതവും ആ ഭഗവാന്റെ ഉപദേശങ്ങൾ വിവരിക്കുന്ന സാക്ഷാൽ ഗീതയും ഇതൊക്കെ ആസ്വദിക്കുന്ന നമുക്കുമില്ല ജരയും നരയും. അതിനൊക്കെ അപ്പുറത്തേക്ക് മോക്ഷമായ ഒരവസ്ഥയിലേക്ക് നാം വളർന്നു പോകേണ്ടതുണ്ട്. വളർന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇവിടെ നടന്ന നാരായണീയ പാരായണം വാസ്തവത്തിൽ രോമാഞ്ചം കൊണ്ടുപോയി. ഇത്രയേറെ അമ്മമാര് ഒരുമിച്ചിരുന്ന് നാരായണീയം ചൊല്ലുമ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരമ്മ പുസ്തകമൊന്നും നോക്കാതെ അതിനൊപ്പം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ യജ്ഞമാണ് നാം നടത്തുന്നത്. നാരായണീയത്തിനൊരു വലിയ ധർമ്മമുണ്ട്. നാരായണീയം ചെയ്യുന്ന, നമ്മളെ അറിയാതെ, നാം അറിയാതെ ചെയ്യുന്ന ഒരു വലിയ ധർമ്മം നാരായണീയത്തിനുണ്ട്. മഹാഭാരതം പോലെ കൃഷ്ണന്റെ ലീലകൾ വർണ്ണിക്കുന്ന ധാരാളം സംസ്കൃത ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും
ആ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്നത് നാരായണീയമാണ്, സംസ്കൃത കാവ്യത്തിൽ. അതും നാരായണീയത്തിൻ്റെ ഒരു പുണ്യമാണ്, ഭാഗ്യമാണ്. ആ നാരായണീയം ആവർത്തിച്ച് ഇങ്ങനെ പ്രകമ്പനം ചെയ്യിക്കുന്ന നമ്മൾ ഓരോ ആൾക്കാരും പുണ്യാത്മാക്കളാണ്. അങ്ങനെ അത് ചെയ്യുമ്പോൾ അതിലൂടെ സംഭവിക്കുന്ന മറ്റൊന്നു കൂടിയുണ്ട്. സംസ്കൃതം എന്ന് പറയുന്ന ഭാഷയെ അത് മൃതഭാഷയാണെന്നും അത് പ്രയോജനമില്ലാത്തതാണെന്നും പഠിച്ചാൽ ഫലമില്ലെന്നും ആർക്കും തിരിച്ചറിയാനാവാത്തതാണെന്നും ദുർഗ്രഹമാണെന്നും ആവശ്യമില്ലാത്തതാണെന്നും ഒക്കെ എഴുതിത്തള്ളുന്ന ആളുകളുടെ മുമ്പിൽ നമ്മൾ സംസ്കൃതം പഠിപ്പിക്കുകയാണ്. നാരായണീയം കേൾക്കുമ്പോൾ സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം എന്നുള്ള ആ നാരായണീയ ശ്ലോകം കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ എത്രയാണെന്ന് എത്രയെത്ര വ്യാഖ്യാനിച്ചാലും തീരാത്ത അർത്ഥമാണ്. അതിലെ ആദ്യത്തെ അക്ഷരമായ സാ മുതൽ അർത്ഥമാണ്. അർത്ഥങ്ങളുടെ ഒരു മഹാസാഗരമാണ്. എത്ര വർണ്ണിച്ചാലും തീരാത്ത നാരായണീയത്തിൻ്റെ അർത്ഥമൊന്നും അറിയാതെയും അത് ഭഗവാനെ കുറിച്ചാണ്, അത് സാന്ദ്ര ആനന്ദം ലഭിക്കാൻ പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് എന്ന് ആനന്ദത്തോടുകൂടി, വിസ്മയത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ആഹ്ലാദത്തോടുകൂടി നാം അനുഭവിക്കുന്നുണ്ടല്ലോ. അതാണ് സംസ്കൃത ഭാഷയുടെ മഹത്വം. ഈ സംസ്കൃതത്തെ സംരക്ഷിക്കുകയും അതിനെ സമ്പുഷ്ടമാക്കുകയും സമ്പുടമാക്കുകയും ചെയ്യുന്ന ഒരു മഹാപ്രവർത്തനം കൂടി നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ നാരായണീയം വായിച്ച് എനിക്ക് മാത്രം മോക്ഷം കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതല്ല എന്നർത്ഥം. ഭഗവാനെ കുറിച്ച് സ്തുതിച്ചുകൊണ്ട്, ഭഗവാന്റെ ലീലകളെക്കുറിച്ച്, ഭഗവാന്റെ അത്ഭുത പ്രവൃത്തികളല്ല, അതിനപ്പുറത്തേക്ക് ഭഗവാന്റെ അനന്തമായ ശക്തിയെക്കുറിച്ച് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം മാറാൻ വേണ്ടി മാത്രമായിരുന്നില്ലല്ലോ. അദ്ദേഹം ഭവരോഗം മാറാൻ ആയിരുന്നു, നമ്മളുടെയൊക്കെ കണ്ണു തുറപ്പിക്കാനായിരുന്നു. നമുക്കെല്ലാം ജ്ഞാനം പകർന്നു തന്ന്, നമുക്കെല്ലാം വിജ്ഞാനം പകർന്നു തന്ന്, നമുക്കെല്ലാം ആഹ്ലാദം പകർന്നു തന്ന് നമ്മെ എല്ലാം മോക്ഷത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായിരുന്നു സാക്ഷാൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ചെയ്തത്.